റിവർസൈഡ് ഗ്രൗണ്ടിൽ നടന്ന മത്സരം. ഇന്ത്യ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ്. വീണ്ടും മാറ്റങ്ങളൊന്നുമില്ല. വൈഭവ് സൂര്യവംശി ടീമിൽ ഇത്തവണയും ഇടം പിടിച്ചില്ല. എതിരാളികൾ ഇംഗ്ലണ്ടാണ്. അയർലൻഡിനെതിരായ തോറ്റ ക്ഷീണത്തിൽ ഇന്ത്യ വരുന്ന സീരീസ്. ആദ്യത്തെ മത്സരത്തിൽ തന്നെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോഴേക്കും ബാറ്റിംഗ് ലൈനപ്പ് ശക്തമാക്കുക എന്നത് തന്നെയായിരിക്കാം ഇന്ത്യയുടെ ഉദ്ദേശം. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സഞ്ജു സാംസണെയും അഭിഷേക് ശർമ്മയും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും കോച്ച് ഗൗതം ഗംഭീറും ഡഗ്ഔട്ടിലിരിക്കുകയാണ്. ബാറ്റിങ്ങിനായി ഇറങ്ങിയ സഞ്ജു സാംസൺ 7 പന്തിൽ നിന്നും നേടിയെടുത്തത് 1 റൺസ്. പുറത്തായി. സാക്കിബ് മഹ്മൂദിന്റെ പന്തിൽ ടോം ബാന്റണ് ക്യാച്ച് നൽകിക്കൊണ്ട് സഞ്ജു സാംസൺ തിരികെ ഡഗ്ഔട്ടിലേക്ക് മടങ്ങി. വീണ്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനം. അയർലൻഡിനെതിരായ ആദ്യത്തെ മത്സരത്തിൽ 5 റൺ, രണ്ടാമത്തെ മത്സരത്തിൽ 0 റൺ, മൂന്നാമത്തെ മത്സരത്തിൽ അതായത് ഇംഗ്ലണ്ടിനെതിരായ ആദ്യത്തെ മത്സരത്തിൽ 1 റൺ. അങ്ങനെ കഴിഞ്ഞ 3 T20Isൽ സഞ്ജുവിൻ്റെ പ്രകടനം 6 റൺസ്. വൈഭവ് സൂര്യവംശി ഇപ്പോഴും ഡഗ്ഔട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ സഞ്ജുവിനെ മാത്രം കുറ്റം പറഞ്ഞാൽ കഥയുണ്ടോ? ഇല്ല. ഇഷാൻ കിഷൻ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററിൻ്റെ പ്രകടനം ഈ മത്സരത്തിൽ 0 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരും നിരാശയുടെ പടുകൂടിയിലേക്ക് ഇന്ത്യൻ ടീമിനെ എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ അയർലൻഡിനെതിരായ T20 മത്സരത്തിൽ 50 റൺസ് അഭിഷേക് ശർമ്മ സ്കോർ ചെയ്തപ്പോൾ രണ്ടാമത്തെ കളിയിൽ അദ്ദേഹം 0 ഇറങ്ങി. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 20യിൽ വീണ്ടും അർദ്ധ സെഞ്ചുറി അഭിഷേക് ശർമ്മ കുറിച്ചതോടുകൂടി അഭിഷേക് സേഫായി. പക്ഷേ സഞ്ജു ഇപ്പോഴും പ്രശ്നത്തിലാണ്. സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നും വിമർശകർ വളരെ ശക്തമായിട്ട് തന്നെ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. എന്തിനാണ് സഞ്ജുവിന് ബാക്ക് ടു ബാക്ക് ഇത്രയും അവസരങ്ങൾ കൊടുക്കുന്നത്? പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കിട്ടിയതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരാൾ ഫോമിലല്ലെങ്കിൽ അയാളെ മാറ്റി പകരം മറ്റൊരു ഫോമിലുള്ള ബാറ്ററെ കളിപ്പിക്കേണ്ടതല്ലേ ഉത്തരവാദിത്തം എന്നുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും ഉയർന്നു. അങ്ങനെയാണ് സഞ്ജുവിന് പകരം വൈഭവ് സൂര്യവംശി വരണമെന്നുള്ള ആവശ്യം ആളുകൾക്കിടയിൽ ഇപ്പോൾ ശക്തമായി മാറുന്നത്. അതോടൊപ്പം തന്നെ ഇഷാൻ കിഷനെതിരെയുമുണ്ട് സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ. എന്നാൽ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ അയർലൻഡിനെതിരായുള്ള 2 മത്സരങ്ങളിൽ നിറം മങ്ങിയെങ്കിൽ പോലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യത്തെ മത്സരത്തിൽ 47 പന്തിൽ നിന്നും 68 റൺസ് ശ്രേയസ് അയ്യർ സ്വന്തമാക്കി. 6 4ഉം 1 6ഉം നിറയുന്ന വളരെ പക്വതയാർന്ന ബാറ്റിംഗ് ആയിരുന്നു ശ്രേയസ് അയ്യറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഇന്നിങ്സ് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതും കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലിയും ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തിലൂടെയായിരുന്നു ശ്രേയസ് അയ്യർ പോകുന്നത്. ആ വിമർശകർക്ക് മറുപടി നൽകാൻ ശ്രേയസ് അയ്യറിൻ്റെ ബാറ്റിംഗ് സാധിച്ചു. നേരെ മറിച്ച് ശിവം ദൂബെ 21 പന്തിൽ നിന്നും 42 റൺസ് നേടി നോട്ട് ഔട്ടായി നിന്നു. സ്ട്രൈക്ക് റേറ്റ് 200, അതിൽ 3 6ഉം 2 4ഉം ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഇന്നിങ്സിൽ നിന്നാണ് 20 ഓവർ പൂർത്തിയാകുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസിലേക്ക് ഇന്ത്യ എത്തിയത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മഴ ശക്തമായി പെയ്യുകയും മത്സരം ഇല്ലാതാവുകയും ചെയ്തു. സാക്കിബ് മഹ്മൂദ് തന്നെയാണ് ഇംഗ്ലണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബൗളറായി മാറിയത്. 4 ഓവറിൽ നിന്ന് 3 വിക്കറ്റുകൾ നേടി 33 റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു. ആദിൽ റഷീദും സാം കർണും ഓരോ വിക്കറ്റുകൾ വീതം നേടുകയും ചെയ്തു. അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ഇനിയും വൈഭവ് വരാൻ സമയമെടുക്കുമോ എന്നുള്ളതാണ്. സഞ്ജു സാംസണിന് വേണ്ടിയിട്ട് ഇനിയും മുറവിളി കൂട്ടുന്ന ആരാധകർക്ക് കുറച്ചു നേരം മാറി നിന്ന് വൈഭവിന് ഒരു അവസരം കൊടുത്തൂടെ എന്നുള്ള ചോദ്യവും നിൽക്കുകയാണ്. പുതിയ പയ്യനാണ്, 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സമയം ഇനിയും ഒരുപാട് മുന്നിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരവസരം വൈഭവിന് ഈ സീരീസിൽ കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.